ശിവടാ ശിവടാ, നിങ്ങൾ വണ്ടി കയറി അതൊക്കെ പറയാ. നിങ്ങൾ കേറ് കേറ്. ഒന്ന് മെല്ലെ പോടാ. ശിവടാ ഇറങ്ങി. ഓ ഭാഗ്യം, നിർത്തി കിട്ടി. ഇതൊന്ന് പിടിക്ക്. ഒരു 5 ദിവസത്തേക്ക് ഞാൻ ഉണ്ടാവില്ല. വണ്ടി നിങ്ങൾ വെച്ചോ. എനിക്കൊരു ഓഡീഷൻ ഉണ്ട് എറണാകുളത്താ. എന്നാലേ ഞാൻ പോട്ടെ ശിവട്ടാ. പ്രാർത്ഥിക്കണേ. പ്രാർത്ഥിക്കാനാ? ഇവനെന്ത് പണിയാ കാണിച്ച്? ഇത് കിട്ടുന്നുണ്ടല്ലോ. ആരെയൊക്കെ വിളിക്കുന്നു? ഹലോ, നിന്നെ എത്ര പ്രാവശ്യമായിട്ടാ വിളിക്കുന്നത്? നീ എന്താ ഫോൺ എടുക്കാത്തേ? ഞാനിവിടെ ഒരു വണ്ടിയും വലയിട്ട് നിൽക്കുക. ഹലോ എടാ, കട്ടും ചെയ്ത ആവശ്യത്തിനല്ലേലും ഒരുത്തനും കിട്ടൂല. എന്താ പ്രശ്നം? പെട്രോളല്ലേ? പെട്രോൾ ഉണ്ടല്ലോ, ആക്സിലേറ്റർ ഓക്കെ ആണല്ലോ. ടയറും പഞ്ചറല്ലല്ലോ. അതെ, വണ്ടിക്കല്ല പ്രശ്നം. പിന്നെന്താ? എനിക്കാ പ്രശ്നം. നിങ്ങൾക്ക് എന്ത് പ്രശ്നമോ? എനിക്കത് ഓടിക്കാൻ അറിയില്ല, അത് തന്നെ. ഓടിക്കാൻ അറിയാണ്ട് ഓരോരുത്തർ വണ്ടി വാങ്ങിയതും നിങ്ങൾക്കറിയാ? അതിപ്പോ ഇവിടെ ഒരു പ്രശ്നമല്ലല്ലോ. അതല്ല, ഇതൊന്നും നടത്തമ്പരാക്കി തരുവാ. വണ്ടി എടുത്ത് തലയിൽ വെച്ച് നടന്നോളി, ഓരോ മാരണം വരും. വണ്ടി ഒന്നി കൊണ്ടുവരുന്ന കാഴ്ച കണ്ടിട്ടുണ്ടല്ലോ, എന്റെ തൊലി വന്നുപോയി. തൊലി വിരിയാ നീ ആരെ പാമ്പാ? എന്നെ കൊണ്ടൊന്ന് പറയിക്കണ്ട കേട്ടോ. നീ എന്നായി പറയുന്നത്? കുറെ സമയമല്ലേ തുടങ്ങിയിട്ട്. രാജീവന്റെ മോന്റെ അവസ്ഥ അറിയില്ല എനിക്ക്. വണ്ടി ഓടിച്ചു പോയിട്ട് വീണിട്ട് ഇപ്പൊ കോമാ സ്റ്റേജിലാണ് കിടക്കുന്നത്. ഓ, എന്നിട്ട് ഇപ്പോൾ നാട്ടിലുള്ള ആൾക്കാരും 2 വീലർ ഓടിക്കും ചെല്ലോ. ഉണ്ട്, നിന്നെ പോലത്തെ വിവരം കെട്ട ആൾക്കാർ. അല്ല, ഞാൻ കയറിയിട്ടില്ല. നിങ്ങൾ കേറണ്ട, വണ്ടി പഠിക്കാണ്ട് നിങ്ങൾ ഈ റൂമിൽ ഇനി കേറണ്ട. അതിൻ്റെ ഉള്ളിൽ തന്നെ വണ്ടി ഓടിക്കാൻ പഠിക്കുന്നത്. ഓ, അതാ കളിക്ക്. കളിക്ക്. അതാ കീ കൊടുക്ക് മനുഷ്യ. അല്ല, ഇടത്തോട്ട്. എത്ര തവണ ഇങ്ങോട്ട് പറയുന്നു? എത്ര പ്രാവശ്യം പറയണോ? ഇതെന്ത് കളിയാണോ? ലുഡോ അല്ലേ? അതല്ല, അങ്ങോട്ട് അഞ്ഞി കൊടുക്ക്. ആക്സിലേറ്റർ കൊടുക്ക്. ആക്സിലേറ്റർ കൊടുക്ക് മനുഷ്യ, ആക്സിലേറ്റർ കൊടുക്ക്. ഒരു സാധനം ഒരാൾക്ക് കൊടുക്കാത്ത നീ ആക്സിലേറ്റർ കൊടുക്ക്, ആക്സിലേറ്റർ കൊടുക്ക്. കളിക്കല്ലേ, പറയുന്നില്ല. വണ്ടി ഓടിക്കാൻ അങ്ങോട്ട്. ആള് കാണും. ആള് കണ്ടോട്ടെ. നാണക്കേട്. സ്റ്റാർട്ടാക്കട്ടെ. സ്റ്റാർട്ടാക്ക്. ഒരു ഭാര്യ ഭർത്താവിനെ ഡ്രൈവിംഗ് ഇവിടെ കുത്തിരിക്കുക. 2 ഐസ്ക്രീം വാങ്ങിച്ചോളൂ, ഇവിടെ നിന്ന് തിന്നാ. ഇമ്മാതിരി നാണക്കേട്. എന്ത് നാണക്കേട്? ഒരു ഭാര്യ ഭർത്താവല്ലേ, അതിനെന്താ? അത് വിചാരിച്ചിട്ട് ഞാൻ പെണ്ണ് കെട്ടാൻ ഇത്ര ലേറ്റ് ആയത് എന്താന്ന് എനിക്കറിയാം. പെണ്ണ് കിട്ടായിട്ടല്ലേ? പെണ്ണ് കിട്ടായിട്ടൊന്നുമല്ല, അത്യാവശ്യം ലുക്കും ഓളെ പോറ്റാനുള്ള പൈസയൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ കെട്ടാത്തതിന് കാരണം വേറെ. ഈ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള പെണ്ണിനെ കെട്ടൂല എന്നുള്ള എൻ്റെ ശപഥേനി. എന്ത് കാര്യത്തിന്? എന്ത് കാര്യത്തിനോ? അനക്കറിയോ, നമ്മളെ മാളിയേക്കൽ തറവാടില്ല, ഇവിടുത്തെ ഏറ്റവും വലിയ തറവാടാ. അവിടുത്തെ ഭാർഗവേട്ടന്റെ ഇളയ മോളെ എനിക്ക് കെട്ടിച്ചു തരാന്ന് പറഞ്ഞിട്ട് ഞാൻ അതിന് നിന്നില്ല. എന്താ? ഇളയ മോളല്ലേ, അതിന് പ്രായപൂർത്തിയായിട്ടുണ്ടാവില്ല. 30 വയസ്സായോളൂ. ഇളയന് 30 വയസ്സോ? മൂത്തേന് എത്ര ഉണ്ടാവൂടോ? മൂത്തേനല്ലല്ലോ ഞാൻ പെണ്ണ് കാണാൻ പോയത്, ഇളയനാണല്ലോ.
ഓക്ക് 2 വീലറിന്റെ ലൈസൻസ് മാത്രമല്ല 4 വീലറിന്റെ ലൈസൻസും ഉണ്ട്. സാധാരണയല്ലേ? അതല്ല, പിന്നെ ഈ ഭർത്താവിനെ ബാക്കിലിരുത്തിയിട്ട് ഭാര്യ ഓടിക്കുന്ന പരിപാടിക്ക് ഇന്നെ കിട്ടൂല. ഞാൻ തറവാടിയാ. എന്റെ തറവാടിപ്പല്ലല്ലോ വിറ്റില്ലേ? നല്ല വില കിട്ടിയപ്പം പറ്റും. ഓ, പക്ഷെ തറവാട് വിറ്റാലും തറവാടിത്തം പോവില്ലല്ലോ. അങ്ങനെ ഉണ്ടല്ലോ. അനക്കെന്തോ തകരാറുണ്ടോ? മാത്രല്ല, ഈ പെണ്ണുങ്ങൾ വണ്ടി ഓടിക്കുന്ന കേണ്ടോ? ഏ, ഇടത്തോട്ട് ഇൻഡിക്കേറ്റർ ഇട്ട് വലത്തോട്ട് തിരിക്കുന്നു പോരാഞ്ഞ് തുഴഞ്ഞാ പോവുക. ഇത് തോണിയാണോ വണ്ടിയാണോ നമുക്ക് തന്നെ സംശയമായി പോകും. മാത്രല്ല, ബ്ലോക്കിൽ ഇപ്പൊ ഇങ്ങനെ പെട്ടെന്ന് നിർത്തുമ്പോൾ കാണാം 2 JCBന്റെ കാല് പോലെ. എന്തേ ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ? ഒന്നുമില്ല. എന്താ കളിക്ക്? പോട്ടെ കൊണ്ട് പോകുന്നുണ്ട്. പോട്ടെ ആ കാലിങ്ങനെ കുത്തി വെച്ചാൽ നടക്കുവോ? അല്ല, ഞാനിപ്പോ ഇത് പഠിച്ചില്ലല്ലോ. എന്താന്ന് പ്രശ്നം? മുണ്ടനട്ടോ നിങ്ങള്? നാണക്കേട് ഇൽപ്പരം വേറെ ഉണ്ടോ? വീട്ടുകാരുടെ മുന്നിൽ, നാട്ടുകാരുടെ മുന്നിൽ, സുഹൃത്തുക്കളുടെ മുന്നിലൊക്കെ നാണക്കേട്. എന്ത് നാണക്കേട്? എന്റെ സുഹൃത്തുക്കൾക്ക് ഒരു നാണക്കേടും ഇല്ലല്ലോ. അതെങ്ങനെയാ? നിങ്ങളെ സുഹൃത്തുക്കൾക്ക് വണ്ടി ഓടിക്കാൻ അറിയുന്നവരല്ലേ? നിങ്ങളെ പോലെയാ? ഞാൻ ഒറ്റക്കാണെങ്കിൽ എങ്ങനെയാ പോയത്? നീ വെഹിക്കിലുള്ളതുകൊണ്ടാ പ്രശ്നം. അയ്യാടാ, അപ്പൊ അതായി കുറ്റം. ശിവ, കയറിട്ട് കെട്ടി വലിച്ചോ, അതാ നല്ലത്. ഓനത് നീന്താനാണ്. അങ്ങോട്ട് പോരെ, അമ്പലക്കുളുണ്ട് ഇവിടെ. അനക്ക് എന്തിന്റെ തകരാറുണ്ടാ? ഒരു മനസ്സുഖം. എനിക്ക് താല്പര്യം ഉണ്ടായിട്ടൊന്നല്ലാന്ന്. ചെക്കന് പ്രായപൂർത്തിയായിട്ടില്ല, അതാ. ചെക്കന് പ്രായപൂർത്തിയാവത്തും കാറ് വെക്കണോ തമ്മിൽ എന്ത് ബന്ധാന്ന് നിങ്ങൾക്ക് അറിയായിട്ടാ. ഞാനിവിടെ ഇല്ലാത്ത സമയത്ത് ഇവൻ ഞങ്ങളാരും കാണാണ്ട് വണ്ടി എടുത്ത് പോയിക്കാളൂ. 12 വയസ്സുള്ള ചെക്കനല്ലേ, ഏടെങ്കിൽ പോയി ലോക്കായ നമ്മളെന്താ? അതിന്റെ പ്രശ്നമില്ലാന്ന്. സ്പെയർ കീ ഇല്ലേ? ആരാണ്ട് പോയത്? അത് നമ്മളെ ശിവനല്ലേ? ശിവനോ? ആ, പഠിച്ചോ? പഠിക്കുക മാത്രല്ല, ലൈസൻസും കിട്ടി. അമ്പോ, ശിവനെ. സനു, ഇവിടെ ശബരീഷില്ലേ, വലിയ തറവാട്ടിൽ ഒരു പെണ്ണിനെയൊക്കെ കാണാൻ പോയിട്ട് ഓക്ക് ഡ്രൈവിംഗ് അറിയാം, ലൈസൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് പെണ്ണ് കെട്ടാണ്ട് പോകുന്നതാ. ഓന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്ക്. എന്താടാ പറഞ്ഞിരിക്കുന്നത്? ഞാനും കൂടി കേക്കട്ടെ. കേക്കാനൊന്നുമില്ല, അനക്ക് കാണാനാ. അയ്യോ, അങ്ങോട്ട് നോക്ക്. അങ്ങനെ ചുറ്റി വന്നോ? ഇനെ ചതിക്കനില്ലടി. എന്ത്? എടി, എനിക്ക് ഡ്രൈവിംഗ് അറിയില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാ അന്ന് ഞാൻ കിട്ടിയത്. എന്നിട്ട് കണ്ടോന്റെ ബൈക്കിൽ ഡ്രൈവിംഗ് പഠിക്കുക. എടി, തറവാട്ട് പറഞ്ഞവർക്ക് പറ്റി പണിയാനോട് ഇത്. ഇങ്ങോട്ട് ഞാൻ കല്യാണം കഴിഞ്ഞ പിറ്റത്തെ ആഴ്ച മുതൽ പറഞ്ഞതാ എന്നെ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നു. പറ്റിയില്ലല്ലോ, തിരക്കല്ലേ ഞാൻ മൂപ്പരെ കൊണ്ട് പറ്റി. ഹോ, അങ്ങനാണല്ലേ? അങ്ങനാണെങ്കിലേ ഞാൻ പറഞ്ഞ കൂട്ടാക്ക തന്നുണ്ടല്ലോ. ഡൈവോഴ്സ് നോക്കൂ, അത്രയല്ലേ ഉള്ളൂ. ഞാൻ എന്നിട്ട് മൂപ്പരെ പോലെ ഏതെങ്കിലും ഒരു തങ്കപ്പെട്ട മനുഷ്യനെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കും. മോളെ, പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ വർത്താനം പറഞ്ഞേക്കാൻ പാടില്ല. ഇത് കഴിഞ്ഞിട്ട് എനിക്ക് 4 പെണ്ണുങ്ങളെ വേറെയും പഠിപ്പിക്കാനുണ്ട്. ഇവിടെ എടുക്ക്. ഇത് പശുവിന്റെ കയറും പിടിച്ചു പോകുന്ന പോലെയല്ല. ബ്രേക്ക് പിടി. ഓട്ടെ. ഇനി ലൈസൻസ് എടുക്കാൻ 8 അല്ല 88 വരെ എനിക്ക് എടുക്കാൻ പറ്റും. ഇത് ഇത്രയേ ഉള്ളൂ, സിമ്പിള്.